എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വിഷയം, എല്ലാ ദിവസവും കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ യേശുക്രിസ്തുവിനെ എല്ലാ ദിവസവും ആദരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശുവിനെ രക്ഷകനായി കാണുന്നത് വളരെ എളുപ്പമാണ്. ഇതിനോടകം തന്നെ നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടാവും. നമ്മൾ ആരായിരിക്കുന്നു അതുപോലെ കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്നു. നമ്മളുടെ കുറവുകളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പാപങ്ങളും ഒന്നും അവൻ കണക്കാക്കുന്നില്ല. അവൻ നമ്മളെ അവൻ്റെ രക്തം കൊണ്ട് വിടുവിച്ചു, അവൻ്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ചു, നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, ആ പാപങ്ങളെ അവൻ മറന്നു കളഞ്ഞു. യേശു എത്ര നല്ലവനാണ് അല്ലേ? എത്ര വലിയ സ്നേഹമാണ് യേശുവിൻ്റേത്. അവൻ എത്ര നല്ല രക്ഷകനാണ്, എത്ര നല്ല രക്ഷകനാണ്. കാണാതെ പോയ ഒരാടിനെ തേടി കാട്ടിനുള്ളിലേക്ക് പോയി ആ ആടിനെ സ്വന്തം ചുമലിൽ എടുത്തുകൊണ്ട് നടന്നു വരുന്ന ആ രക്ഷകൻ എത്ര വലിയ രക്ഷകനാണ്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വേണ്ടി ഈ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു നിനക്ക് വേണ്ടി. ഞാൻ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി ജീവിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ആ തീരുമാനത്തിൽ നിന്ന് മാറിപ്പോകും അല്ലേ? ചിലപ്പോഴൊക്കെ ഇങ്ങനെ ജീവിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനത്തെ ജീവിതം ഒരു ആവർത്തന വിരസമായി നമുക്ക് തോന്നും. അതൊന്നുമല്ല പാസ്റ്ററെ, ചിലപ്പോഴൊക്കെ കൺട്രോൾ വിട്ടുപോകും എന്നാണ് നമ്മൾ ചിന്തിക്കുക. എത്രമാത്രം യേശുവിൽ ജീവിക്കാൻ ശ്രമിച്ചാലും, എത്രമാത്രം കർത്താവിൽ ആ സ്നേഹത്തിൻ്റെ കരവലയത്തിനുള്ളിലായിത്തീർന്നാലും ചില സാഹചര്യങ്ങൾ വരുമ്പോഴേ കൺട്രോൾ അങ്ങ് വിട്ടുപോകും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നും എന്താ പറയുന്നതെന്നും എന്താ പ്രവർത്തിക്കുന്നതെന്നും നമുക്കറിയില്ല. അങ്ങനെയല്ലേ? നിങ്ങളത് സമ്മതിക്കുന്നുണ്ടെങ്കിലേ സ്വർഗം ഇപ്പോൾ സന്തോഷിക്കുകയാണ്. എത്ര വലിയ സ്നേഹമാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ കുറവിനെ നമ്മൾ സ്വയം സമ്മതിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒരിക്കൽ ആരംഭിച്ച ക്രിസ്തുവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, കൺട്രോൾ വിട്ടു പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും അതിനൊരു പരിഹാരം കാണാനായിട്ട്. എന്ത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇങ്ങനെ ഉള്ള പൊടുന്നനെയുള്ള വഴിമാറി നടക്കലിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഒന്നാമതായി, നിങ്ങൾ കരുതിയിരിക്കുന്നത് പോലെ യേശുവിലേക്ക് വരാൻ നമുക്ക് സന്തോഷമാണ്, സങ്കടമാണ്, ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഇരിക്കുമ്പോഴും, നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ, നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന നിമിഷങ്ങളിൽ, നമ്മൾ വിജയാളികളായിരിക്കുമ്പോൾ, നമ്മൾ സമാധാനത്തിലായിരിക്കുമ്പോഴും എങ്ങനെയായിരിക്കുമ്പോഴും കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാൽ അവൻ നമ്മളെ രക്ഷിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ വിഷമതകൾ എന്താണെന്ന് കർത്താവിനോട് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്താണോ നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ, അത് കർത്താവിനോട് പങ്കുവയ്ക്കാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ കർത്താവിനോട് പറയാൻ ഉള്ള അവസരം ഏതാണ്? സന്ദർഭം ഏതാണ്? എങ്ങനെയാണ് നമുക്ക് അത് പറയാൻ കഴിയുക? ഇങ്ങനെ ഔട്ട് ഓഫ് കൺട്രോൾ പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. കർത്താവായ യേശുക്രിസ്തു അതിരാവിലെ എണീറ്റ് പുറപ്പെട്ടു പോയി ഒരു നിർജ്ജന സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ കർത്താവുമായി ഒരിക്കൽ സ്ഥാപിച്ച
ഈ ബന്ധത്തിൽ തുടർന്നു പോകാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് റിലേഷൻഷിപ്പാണ്, കമ്മ്യൂണിക്കേഷനാണ്. റിലേഷൻഷിപ്പിൻ്റെ, ബന്ധത്തിൻ്റെ അടിസ്ഥാനം കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ടു വേ ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്താൻ കഴിയണം, അല്ലേ? യേശു അതിന് മാതൃകയാണ്. യേശു ഈ ത്യാഗം മുഴുവൻ അനുഭവിച്ചത്, അതിനെ മുഴുവൻ സഹിച്ചത്, രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു ഈ വിഷമതകളെ സഹിച്ചത് പിതാവുമായി ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ആശയവിനിമയത്തിലൂടെയാണ്. കർത്താവുമായി എപ്പോഴും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. യേശുവുമായിട്ട് ഓരോ സംശയങ്ങളും ചോദിച്ചു. അങ്ങനെ ആയാൽ ഇതെങ്ങനെയാവും? കർത്താവ് ഇങ്ങനെ പോയാൽ ഞാൻ എങ്ങനെയാവും? ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരുള്ളൂ, ആ പ്രശ്നത്തിന് ഞാൻ എങ്ങനെ പരിഹാരം കാണും? അയ്യോ, ഇത് വന്നാൽ എനിക്ക് അടുത്തത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, നീ എന്നോട് പറഞ്ഞു തരണമേ എന്ന് പിതാവിനോട് കർത്താവായ യേശു ക്രിസ്തു ഒറ്റയ്ക്ക് പോയിരുന്ന് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. അതാണ് കർത്താവ് ചെയ്തത്. അപ്പം നമുക്ക് കർത്താവുമായി ഇട്ടുള്ള നമ്മുടെ സ്ഥാപിക്കപ്പെട്ട ബന്ധം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ മറ്റാരുമില്ലാത്ത സ്ഥലത്ത്, മറ്റാരും ശല്യപ്പെടാത്ത നേരത്ത് നമ്മൾ യേശുവുമായിട്ട് വർത്താനം പറയണം. യേശുവായിട്ട് വർത്താനം പറയണം. എങ്ങനെയാണ് നമുക്ക് യേശുവായിട്ട് വർത്താനം പറയുക? അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആശയവിനിമയമാണ്. ഇന്ന് നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? പലപ്പോഴും പ്രാർത്ഥനയെ ആവർത്തന വിരസമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പതിവായിട്ടുള്ള വാക്കുകളും പതിവായിട്ടുള്ള ഉരുവിടാനുള്ള ചൊല്ലുകളുമൊക്കെ നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം പകരപ്പെടുന്നില്ല, നമ്മുടെ വിഷമങ്ങൾ പകരപ്പെടുന്നില്ല. നമ്മൾ ഒരു യന്ത്രം ഇരുന്ന് ഒരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് പോലെ ഹൃദയമില്ലാതെ ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രാർത്ഥന അങ്ങനെ ആയിരിക്കരുത്. അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയം കൊണ്ടുള്ള സംഭാഷണമാണ്. നമ്മൾ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്നോടുള്ള നിങ്ങളുടെ ബന്ധം ഒരു മനുഷ്യബന്ധം പോലെ റിയലായിരിക്കണം. മറ്റൊരു മനുഷ്യനോട് നമ്മൾ ഇടപഴകുന്നത് പോലെയുള്ള യഥാർത്ഥമായ ഒരു ബന്ധമായിരിക്കണം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളത്. അതുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ വരുമ്പോൾ രാവിലെ കർത്താവിനോട് സംഭാഷിക്കണം, പ്രാർത്ഥിക്കണം. പലപ്പോഴും പ്രാർത്ഥന ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളെപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലെങ്കിൽ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇസ്രായേലിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ പിതാക്കന്മാരുടെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അർത്ഥം ചുരുങ്ങി പോവുകയാണ്. നമ്മൾ എന്തൊക്കെയോ മനസ്സില്ലാതെ ഉരുവിടുകയാണ്. അതൊരു അനുഷ്ഠാനമായി, അതൊരു ആചാരമായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടിക്കുന്ന ബന്ധമാണ് അത്. ഒരു മനുഷ്യബന്ധം പോലെ അടുത്ത ബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കടമോ പ്രയാസമോ വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകാൻ കൊതിക്കും. ഇപ്പം അവരെൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കില്ലേ? അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അടുത്തായിരിക്കാനും അടുത്തിടപഴകാനും ആഗ്രഹിക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. ഒരു മനുഷ്യബന്ധം പോലെ റിയലായിരിക്കണം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം. പലപ്പോഴും നമ്മൾ ദൈവത്തെ വളരെ അകലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്കുന്നു. നമുക്കാർക്കും എത്തിച്ചേരാൻ പറ്റാത്ത, അല്ലെങ്കിൽ പ്രകാശവർഷങ്ങൾക്കകലെ സ്വർഗത്തിൽ എവിടെയോ, ആകാശത്തിൻ്റെ സീമയിൽ എവിടെയോ ആണ് ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു പ്രാർത്ഥനാകലം ദൂരത്തിലാണ് ക്രിസ്തുവും ഞാനും. അതൊരു സംഭാഷണമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിനോട് പറയലാണ്. പലപ്പോഴും പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്നത്
നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റണമേ, നമ്മുടെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റണമേ, എൻ്റെ രോഗം മാറ്റണമേ, എനിക്ക് സാമ്പത്തികം തരണമേ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണമേ. ഇങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങളുടെയും ആവലാതികളുടെയും പ്രളയമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഒരാശയവിനിമയമാണ്, അതൊരു ബന്ധമാണ്, അതൊരു സ്നേഹ സൗഹാർദ്ദമാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 50-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം അവൻ രാവിലെ തോറും ഉണർന്ന് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന്, അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർന്ന് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു എന്ന് പറയുകയാണ്. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് ഉയർത്തേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പറയുന്നു. തളർന്നിരിക്കുന്ന മനുഷ്യരെ, നമ്മളെപ്പോലെ തളർന്നിരിക്കുന്ന മനുഷ്യരെ ഉണർത്തേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. രാവിലെ കർത്താവായ യേശുക്രിസ്തുവിനോട് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പിതാവുമായി ദൈവം കർത്താവായ യേശു പിതാവുമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോഴാണ് ആ ദിവസത്തിൽ ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളുടെയും ഊർജവും വഴിയും ഉറവിടവും യേശുക്രിസ്തുവിന് തുറന്നു കിട്ടിയത്. ശിഷ്യന്മാരും അതേപോലെയാണ്. ശിഷ്യന്മാരും കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള അവരുടെ അഭേദ്യമായ വ്യക്തിബന്ധത്തിൽ നിന്നാണ് അവർ നിറഞ്ഞവരായി വരികയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സന്തോഷം അനുഭവിക്കുകയും ഈ സമാധാനം അനുഭവിക്കുകയും അതിൽ തുടരുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കണം. പ്രാർത്ഥന ചെയ്യുമ്പോൾ ശിഷ്യന്മാരുടെ നാവ് അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. പിതാവിൽ നിന്ന് കേട്ട് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഓരോ ദിവസത്തെയും രാവിലത്തെ നമ്മളും ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയനിൽ, ഫെലോഷിപ്പിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നു. ആ നിറയ്ക്കപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതാണ് ശിഷ്യന്മാർ ചെയ്ത കാര്യം. അപ്പോൾ ദൈവവുമായിട്ടുള്ള ഈ ആശയവിനിമയമാണ് നമ്മളെ അതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്. രണ്ടാമതായി പറയുന്നത്, അവൻ രാവിലെ തോറും ഉണർന്ന് ഇരുന്ന് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടത് അവൻ്റെ ചെവി ഉണർത്തുന്നു. അതായത് ശിഷ്യന്മാർ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് രാവിലെ കേൾക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചതുപോലെ ഇന്ന് നമുക്ക് സംസാരിക്കാൻ കഴിയുക? കർത്താവായ യേശു നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്, വേദപുസ്തകത്തിലൂടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ യേശുവിനോട് സംസാരിക്കുന്നത് പ്രാർത്ഥന കൊണ്ടും യേശു നമ്മളോട് മറുപടി പറയുന്നത് വചനത്തിലൂടെയുമാണ്. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, രാവിലെ കർത്താവ് നമുക്ക് ശിഷ്യന്മാരുടെ നാവ് തരുന്നു. രണ്ടാമത് ശിഷ്യന്മാർ കേട്ടതുപോലെ കേൾക്കാൻ ചെവി തരുന്നു, ചെവിയെ ഉണർത്തുന്നു. പിതാവിൽ നിന്ന്, കർത്താവിൽ നിന്ന് കേട്ടിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടുന്നത്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും വചനം വായിക്കുന്നതിലൂടെ, ധ്യാനിക്കുന്നതിലൂടെ, ചിന്തിക്കുന്നതിലൂടെ കർത്താവ് നമ്മളോട് തിരിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാനും കഴിയുന്നു. അങ്ങനെ ഒരു 2-way കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മളുടെ മനസ്സ് വചനത്താൽ കോൺഫിഡൻ്റ് ആകേണ്ടുന്നത്. നമ്മളും കർത്താവായ യേശുവും കൂടെ സ്ഥാപിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് മുറിഞ്ഞു പോകാതെ തുടരേണ്ടുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ ടെക്നിക്ക് ഇതാണ്, അതിൻ്റെ കെമിസ്ട്രി ഇതാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവുമായി തുടർന്ന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നോക്കൂ, ഈ കത്തി നിൽക്കുന്ന ഒരു ലൈറ്റ്, അത് വൈദ്യുതിയുമായിട്ട് എപ്പോഴാണോ കണക്റ്റഡ് ആയിരിക്കുന്നത് അപ്പോൾ മാത്രമേ അതിന് വെളിച്ചം കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴാണ് വൈദ്യുതി ഡിസ്കണക്റ്റ് ആകുന്നത്, സ്വിച്ച് ഓഫ് ചെയ്യുന്നത്, അപ്പോൾ ലൈറ്റ് കെട്ടുപോകുന്നു, അതിന് പ്രകാശം കൊടുക്കാൻ പറ്റില്ല.
എന്ന് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴൊക്കെ പ്രാർത്ഥനയിലൂടെ വചനത്തിലൂടെ ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് പ്രകാശിക്കാൻ കഴിയുള്ളൂ. രാവിലെയും വൈകുന്നേരവും നമ്മൾ കർത്താവുമായി ബന്ധപ്പെട്ടിരിക്കണം, കണക്റ്റഡ് ആയിരിക്കണം യേശുവുമായിട്ട്. അപ്പോഴാണ് നമുക്ക് വെളിച്ചമായി തുടരാൻ സാധിക്കുക എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നത്. കർത്താവ് ഓരോ പ്രഭാതത്തിലും അവൻ നമ്മളെ ഉണർത്തുന്നു. നമ്മുടെ പിതാവ് നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നു. അവൻ നമ്മളെ ഉണർത്തി അവൻ്റെ വചനത്താൽ നിറച്ച് റീചാർജ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാണ് ഈ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ്. ഇനിയും കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും കർത്താവ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ അധികാരവും യേശുവിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിന്, നമ്മൾ നിലനിർത്തപ്പെട്ടു പോകേണ്ടതിന്, നമ്മൾ പരിപാലിക്കപ്പെട്ടു പോകേണ്ടതിന്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതിന്, നമ്മൾ ക്രിസ്തുവിൽ തുടരുന്നതിന് ഉള്ള എല്ലാ അധികാരവും കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ യേശുവിൽ നിന്ന് കേൾക്കുകയും യേശുവിൽ നിന്ന് പഠിക്കുകയും ചെയ്യണം. അതിനെ നമ്മൾ രാവിലെയും വൈകുന്നേരവും ദൈവവുമായിട്ട് പ്രാർത്ഥനയിലൂടെയും പഠനത്തിലൂടെയും കണക്റ്റഡ് ആയിരിക്കണം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു പിതാവുമായിട്ട് അങ്ങനെയുള്ള വലിയൊരു ആത്മബന്ധത്തിലായിരുന്നു. ആ ബന്ധത്തിൻ്റെ നിറവിലാണ് കർത്താവായ യേശു ക്രിസ്തു സ്വയം സമ്മതിക്കുന്നത്, ഞാൻ ത്യാഗമായി തീർന്നോളാം എന്ന്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു ക്രിസ്തു മാറുന്നത് അതുകൊണ്ടാണ്. ഏദനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവരെ വീണ്ടെടുക്കാനുള്ള ആ പദ്ധതി പിതാവായ ദൈവത്തിന് വലിയ സങ്കടമായി. ഞാൻ സൃഷ്ടിച്ച മനുഷ്യർ ഇങ്ങനെ തെറ്റ് ചെയ്തല്ലോ, ഇനി അവരെങ്ങനെ മടക്കി കൊണ്ടുവരുമെന്നോർത്ത് വിഷണ്ണനായപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ പോകാം, ഞാൻ ഈ ഭൂമിയിലേക്ക് പോയി അവർക്ക് പകരമായി ത്യാഗമായി ഞാൻ അവരെ രക്ഷിച്ച് മടക്കി കൊണ്ടുവരാം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-5-11 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്നു, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രൂശിലെ മരണത്തോളം കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി സ്വയം സമർപ്പിച്ചു. ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തു പിതാവുമായി ഒരു നല്ല കമ്മ്യൂണിയൻ ഉണ്ടാക്കി. ആ ഒരു കമ്മ്യൂണിയനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അവൻ നമ്മുടെ രക്ഷകനാണെന്ന് അംഗീകരിച്ചു. അവൻ്റെ പാപക്ഷമ നമ്മൾ സ്വീകരിച്ചു. അവൻ്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ നീതീകരിച്ചു. ഇനി നമ്മളുമായും ദൈവവുമായി നമ്മൾ സ്ഥാപിച്ച ആ ബന്ധത്തിൽ നമ്മൾ തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിലും പഠനത്തിലും ദൈവവുമായി ചേർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മാത്രമേ നമുക്ക് കർത്താവുമായിട്ട് ഉള്ള ബന്ധത്തിൽ തുടരാനാവൂ. അവൻ കർത്താവിനെ അനുസരിക്കുന്നവനായി തീർന്നു ക്രൂശിലെ മരണത്തോളം. അപ്പോൾ നമുക്കും കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കാൻ ഊർജം കിട്ടുന്നവരായി മാറാം. കർത്താവായ യേശുവിനെ അനുസരിക്കാൻ ഊർജം കിട്ടുന്നവരായി മാറാം. ഇല്ലെങ്കിൽ നമ്മൾ തണുത്തു പോകും, മരവിച്ചു പോകും. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഇൻതൂസിയാസ്റ്റിക് ആവുകയില്ല. നമ്മൾ വിളർച്ച ബാധിച്ചവരായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയമായ വിരസത അനുഭവിക്കുന്നു എന്ന് പലപ്പോഴും പറയുന്നത്. ആരാധന ബോറായി തോന്നുന്നത്, ദൈവം ഒരു യാഥാർത്ഥ്യമല്ലാതായി തോന്നുന്നത്, ദൈവം ഒരു റിയൽ അല്ലാതായി നമുക്ക് തോന്നുന്നത്. കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി, കുരിശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. അവൻ പിന്നീട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി കാണും. എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു ദിവസം വരികയാണ്. എന്തുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ ഓണർ ചെയ്തുകൂടാ?
എല്ലാ മുഴങ്കാലും മടങ്ങാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എല്ലാവരും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവരെ കാണും. കർത്താവേ, നീയാണ് ദൈവം, നീയാണ് യഥാർത്ഥ സൃഷ്ടിതാവ് എന്ന് ലോകം മുഴുവൻ പറയും. നമ്മൾ കർത്താവിനെ അന്നേരം ആദരിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണുമോ, ആദരിക്കാത്തവരുടെ കൂട്ടത്തിലാണ്? അങ്ങനെ ആ നിമിഷത്തിൽ മാത്രം അവനെ തിരിച്ചറിയുന്നവരാകരുത് നമ്മൾ. ഓരോ പ്രഭാതത്തിലും, ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും, ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ ഓണർ ചെയ്യുന്നവരായി മാറാൻ, ആദരിക്കുന്നവരായി നമുക്ക് മാറാൻ കഴിയുമോ? കർത്താവായ യേശുവിനെ നമ്മുടെ ഒരു സുഹൃത്തായി കണ്ട് നമ്മളവനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ കഴിയുമോ? ഒരു കൂട്ടുകാരന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്ഥാനമാണുള്ളത്? അല്ലേ, നമ്മുടെ കൂട്ടുകാർ വരുമ്പോൾ, എൻ്റെ കൂട്ടുകാർ വരുന്നു, എൻ്റെ സുഹൃത്തുക്കൾ വരുന്നു, അതെന്ത് വലിയ സന്തോഷകരമാണ്. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ സുഹൃത്തായ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആദരിക്കാൻ, ആ റിലേഷൻഷിപ്പിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം സന്തോഷകരമായി തുടരാൻ കഴിയുകയുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് കാൽവരി ക്രൂശിൽ ചെയ്തതെന്ന് ഓർക്കാതെ അരമണിക്കൂർ പോലും ഈ ലോകത്ത് നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാവില്ല എന്ന് പെൻ ഓഫ് ഇൻസ്പിറേഷൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു നിമിഷം പോലും കർത്താവിൻ്റെ ത്യാഗത്തെ ഓർക്കാതെ നമുക്ക് ജീവിക്കാനാവുകയില്ല സന്തോഷമായിട്ട്. കാരണം അത്രമാത്രം പ്രശ്നം നിറഞ്ഞതായിരിക്കുന്ന ലോകം, അത്രമാത്രം സംഘർഷഭരിതമായിരിക്കുന്ന ലോകം. പട്ടിണി, പ്രയാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ, ഇതെല്ലാം നമ്മളെ തകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരുടെ സ്നേഹം തണുത്തുപോയിട്ട് ക്രൂരതകൾ പെരുമാറുന്ന ഈ കാലഘട്ടത്തിൽ, മഹാമാരിയും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലും അവൻ്റെ സ്നേഹത്തിൽ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവനെ ഓരോ നിമിഷവും ഓണർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവനിൽ നിന്ന് കേൾക്കാനും അവനിൽ നിന്ന് പ്രാപിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷകരമായി ക്രിസ്തുവും ഒന്നിച്ചുള്ള ജീവിതത്തെ സന്തോഷമായി തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവേ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നിൽ ഞാൻ സ്ഥാപിച്ച ബന്ധം അറ്റുപോകാതെ തുടരാൻ, നിന്നോട് എപ്പോഴും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും കണക്റ്റഡായിരിക്കാൻ ഞാൻ സ്വയം സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ബന്ധത്തെ സ്വീകരിക്കണമേ, മാനിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ ഉള്ളം കയ്യിൽ ചേർത്ത് പിടിക്കുന്നതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. നിന്നോട് ചേർന്നിരിക്കാനല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹമല്ല. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ പകർന്നു കൊടുക്കുക. ഷെയർ ബട്ടണുകൾ അമർത്തുക. വലിയ സ്നേഹമല്ലേ? ഇനിയും കൂടുതൽ സന്ദേശം ഇതേപോലുള്ളത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ഈ സന്ദേശം വീണ്ടും വീണ്ടും സന്ദർശിച്ചു കൊണ്ടേയിരിക്കുക. ഇനിയും നമ്മൾ ഇതേപോലെ കാണുന്നവരെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സുരക്ഷിതത്തിലായിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടെ എവിടെയായി കാത്തുപരിപാലിക്കട്ടെ. ആമേൻ.